മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയുള്ളൂ. നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അതോടൊപ്പം വിദ്യാഭ്യാസം, പിന്നെ നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം, നമുക്ക് ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വേണം. ഇന്നത്തെ കാര്യമൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് ഫോൺ വേണം, TV വേണം, വണ്ടി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടണമെങ്കിൽ സമ്പത്തുണ്ടായെങ്കിലേ പറ്റും. അതോടൊപ്പം നമുക്ക് റോഡുണ്ടാകണമെങ്കിൽ, അവിടെ പൊതു യാത്രാ സൗകര്യങ്ങളുണ്ടാകണമെങ്കിൽ, നല്ല സ്ഥാപനങ്ങളുണ്ടാകണമെങ്കിൽ ഇതിനൊക്കെ പൈസ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ സമ്പത്തുണ്ടാക്കാതിരുന്നാൽ ശരിയാവില്ല. സമ്പത്തുണ്ടാക്കണം. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ആ സമ്പത്ത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. നമ്മൾ സമ്പന്നരാകേണ്ടത് ആ തലത്തിലാണ്, അല്ലാതെ വെറുതെ ഭൗതിക വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടുന്നതിൽ മാത്രമല്ല. മഹാഭാരതത്തിൽ യുധിഷ്ഠിരന് പഞ്ചപാണ്ഡവന്മാരുടെ മൂത്തയാൾക്ക് ഒരു വലിയ സംശയം, ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം എന്താണ്? എന്നിട്ട് എല്ലാവരും ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും ധന്യമായ കാര്യം എന്താണ്? ഒത്തിരി ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് അവരൊക്കെ പറയുന്നത് യുധിഷ്ഠിരനെ തൃപ്തിപ്പെടുത്തിയില്ല. അവസാനം അദ്ദേഹം അവരുടെ തന്നെ വല്യപ്പനായ വ്യാസന്റെ അടുക്കിലെത്തുന്നു. അഗാധ ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാനമാണ് മകനെ ഏറ്റവും ധന്യമായ കാര്യം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അങ്ങനത്തെ ദാനമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിച്ചു തരാമോ പിതാമഹ? അപ്പോൾ വ്യാസൻ പറഞ്ഞു, സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുന്ന സന്മനോഭാവമാണ്, വാക്കാണ്, പ്രവൃത്തിയാണ് ദാനം എന്ന്. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുന്ന സന്മനോഭാവമാണ്, വാക്കാണ്, പ്രവൃത്തിയാണ് ദാനം എന്ന്. തൃപ്തനായി യുധിഷ്ഠിരൻ മടങ്ങിപ്പോവുകയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം. പെട്ടെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് സമ്പത്തിനെ കുറിച്ചായിരിക്കും, പണത്തെക്കുറിച്ചായിരിക്കും. പോരാ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത് തന്നെ. അത് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ശരീരത്തിന് ആരോഗ്യമുണ്ടായത്. ആരോഗ്യമുണ്ടായതിനാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. സംതൃപ്തിയുള്ളൊരു ശരീരമുണ്ടെങ്കിലാണ് നമ്മൾ ആ ശരീരം കൊണ്ട് പല കാര്യങ്ങളും പ്രകടിപ്പിക്കാൻ സാധിക്കുക. വീഴാൻ പോകുന്ന ഒരാളെ പിടിച്ചു നിർത്തണമെങ്കിൽ, രോഗിയായ ഒരാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ, ആ രോഗിയെ കിടത്തിയിരിക്കുന്ന വണ്ടി ഓടിച്ചു കൊണ്ടുപോകണമെങ്കിലൊക്കെ ശരീരത്തിന് ആരോഗ്യം വേണം. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. വണ്ടി ഓടിക്കാൻ നമ്മൾ നിരീക്ഷപ്പെടെ പഠിച്ചിട്ടൊന്നുമില്ല, ഇത് നമ്മൾ പിന്നീട് ആർജിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ ആർക്ക് ചെയ്യുന്ന ശുശ്രൂഷകളും ദാനത്തിൻ്റെ തരത്തിൽ വരുന്നതാണ്. ഞാനതിങ്ങനെ പറയുന്നു, ഒന്ന്, അത് അനുഗ്രഹത്തിൻ്റെ ചിന്തയാണ്. മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാനുള്ള കഴിവ് അതെല്ലാവർക്കും ഇല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെ ദാനത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. നിനക്ക് നന്മയുണ്ടാവട്ടെ. ആരെക്കുറിച്ച് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം? എന്തിനെക്കുറിച്ച് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം? വഴിയിലൂടെ നടന്നു പോകുമ്പോഴും പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന കുട്ടിയെ കണ്ടാൽ നമുക്ക് ആ കുട്ടിയെ അനുഗ്രഹിക്കാൻ കഴിയണം. ഇന്ന് നിന്റെ പാഠങ്ങൾ നിനക്ക് നന്നായി പഠിക്കാനാവട്ടെ. പഠിച്ചു വളർന്ന് നാളെ നിന്റെ വീടിനും നാടിനും നീ ഒരു അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹത്തിൻ്റെ ചിന്തകൾ. വഴിയോരത്തിൽ നിന്ന് ഫലവൃക്ഷത്തെ കണ്ടാലും പറയണം, നിന്നെ നട്ടുപിടിപ്പിച്ച ആൾക്ക് ധാരാളം ഫലം നൽകാനായിട്ട്, നല്ല ഫലം നൽകാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. തോട്ടത്തിൽ നിൽക്കുന്ന പൂച്ചെടിയോട് പറയണം, നിന്നെ നട്ടയാൾക്ക് നീ നല്ല പൂവ്, വലിയ പൂവ്, സന്തോഷമുണ്ടാകത്തക്ക രീതിയിൽ നൽകുക. അനുഗ്രഹത്തിൻ്റെ ചിന്തകൾ. രണ്ടാമത്തത് വേണ്ടത് ആസ്വാദ്യതയുടെ വാക്കുകളാണ്. എല്ലാവരും പ്രോത്സാഹനം ആഗ്രഹിക്കും.
അവരർഹിക്കുന്ന വിധത്തിൽ മതി. ഇനി അവരുടെ കടമകൾ നിർവഹിച്ചതേ ഉള്ളുവെങ്കിൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു സ്വീകാര്യതയുടെ അനുഭവം ഉണ്ടാക്കി കൊടുക്കണം മറ്റുള്ളവർക്ക്. അതുകൊണ്ട് നല്ല വാക്ക് പറയണം മറ്റുള്ളവരോട്. മൂന്നാമത്തത്, നമ്മുടെ അടുക്കൽ വരുന്ന ആളുകളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതെല്ലാവർക്കും പറ്റില്ല. എന്നെ ഉപദ്രവിച്ച ആൾ വരുമ്പോൾ, എനിക്കിഷ്ടമില്ലാത്ത ആൾ വരുമ്പോൾ ഞാൻ മുഖം തിരിക്കുകയാണെങ്കിൽ, പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞാൻ ദാനം ചെയ്യുന്ന വ്യക്തിയാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം. സ്വീകാര്യതയുടെ മുൻചിരി മുഖത്തുണ്ടാവും. നാലാമത്തേത്, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മൾ ആരും പോകുന്നതല്ല, എല്ലാവരും തെറ്റുകൾ വരുത്തുന്നുണ്ട് ജീവിതത്തിൽ. കാരണം നമുക്ക് കുറവുകളുണ്ട്, അറിവിലേക്ക് കുറവുണ്ട്, കഴിവിലേക്ക് കുറവുണ്ട്. ഇത് രണ്ടും നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തെറ്റുകൾ വരുത്തും. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കണം. സാരമില്ലെന്ന് പറയാൻ പഠിക്കണം. അതിനാവശ്യമാണ്. അഞ്ചാമത്തേതായിട്ട് ഞാൻ പറയും, വസ്തുക്കൾക്കൂടെ സാമ്പത്തികമായി സഹായിക്കുക. അതിനു മുമ്പ് നമ്മൾ പൂർത്തിയാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അപ്പം ഈ ദാനമാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം. അതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യമോ അറിവോ സമ്പത്തോ ഉണ്ടാക്കരുത് എന്നല്ല. അതെല്ലാം ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കിക്കോ. ജീവിതം നിങ്ങൾക്ക് അനുവദിക്കുന്നിടത്തോളം നിങ്ങൾ ഉണ്ടാക്കിക്കോ. അത് എത്ര കൂടുതലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കുക കൂടി ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കേണ്ട ഏക പാഠം. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് മാത്രമാണ്. നിയമങ്ങൾ കൊടുത്തപ്പോൾ ഇസ്രായേൽക്കാരോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെ തലമുറകൾ തോറും അനുസരിച്ചു കൊണ്ടിരിക്കണം. കാരണം ദൈവം തന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം ദൈവത്തിന് ദാനം ചെയ്യണം, പിന്നെ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് ദാനം ചെയ്യണം, പിന്നെ നിന്നോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യണം. അത്രയേ ഉള്ളൂ കൽപ്പനകളുടെ ചുരുക്കം. ആദ്യത്തെ 3 കൽപ്പനകൾ: നിന്റെ ദൈവം ഞാനാണ്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിന്റെ ദൈവത്തിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കേൾക്കണം, അവിടുന്ന് പറയുന്നത് കേൾക്കണം, അത് മനസ്സിലാക്കണം, അനുസരിക്കണം. 4ാമത്തെ കൽപ്പന, മാതാപിതാക്കന്മാരെ അനുസരിക്കുക. കുടുംബത്തിൽ അത് കൊടുക്കാൻ പഠിക്കണം, മറ്റുള്ളവരെ ആദരവോടുകൂടി കാണാൻ പഠിക്കണം. 5 മുതൽ 10 വരെയുള്ളത് എന്താ പറഞ്ഞത്? സമൂഹ ബന്ധങ്ങൾ നേരെയാക്കാനാണ് പറഞ്ഞത്. അതും ദാനത്തിൻ്റെ സാമൂഹിക മാനമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാനം ചെയ്യുന്നതാണ്. അത് നിങ്ങൾ പഠിക്കണം, വരും തലമുറകളെ നിങ്ങൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് തന്നെ പൗലോസ് പറഞ്ഞു, ആദരിക്കാൻ പഠിക്കണം. സുവിശേഷത്തിൽ നമ്മളോട് പറയുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയുടെയും ചുരുക്കം അതൊന്നു മാത്രമാണ്. സമ്പത്തുണ്ട് എന്നുള്ളതല്ല കുഴപ്പം. നിന്റെ അടുത്ത് കിടക്കുന്നവൻ്റെ വേദനകൾ നീ മനസ്സിലാക്കിയില്ല. മറ്റുള്ളവരെ കാണണം. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവരാണ് സഹോദരൻ. അല്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നവർ മാത്രമല്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വേദനകൾ കുറച്ചു കൊടുക്കുവാനായിട്ട് ആരൊരുങ്ങുന്നുവോ അവനാണ് സഹോദരൻ, അവളാണ് സഹോദരി. അങ്ങനെയാണ് വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ചെയ്തു തെറ്റ് അതൊന്നു മാത്രമാണ്. ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കുന്നതോ സൗകര്യങ്ങളുണ്ടാക്കുന്നതോ ഒന്നും തെറ്റില്ല. അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിക്കോ. എത്ര കൂടുതൽ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. ഒന്ന് മാത്രം ഓർത്താൽ മതി, ഇതൊക്കെ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ കാണാനും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ജീവിതത്തിലെ പരമമായ 3 സത്യങ്ങൾ ഇതൊക്കെയാണ്. പകരാത്ത അറിവും, പങ്കുവയ്ക്കപ്പെടാത്ത ധനവും, പരിഗണനയില്ലാത്ത അധികാരവും നമുക്ക് ആർക്കും നന്മയ്ക്ക് വഴിയാവില്ല. അതുകൊണ്ട് അത് 3 നമ്മൾ ശ്രമിക്കണം. അറിവ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അറിവ് വളരുക, അത് പ്രായോഗികമായി തീരുക. ധനവും അതുപോലെ തന്നെയാണ്. അത് കൂട്ടിക്കെട്ടി വെച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം, നമ്മുടെ ചുറ്റിലുമുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കണം. എല്ലാ അധികാരവും ശുശ്രൂഷയ്ക്കുള്ളതാണ്. മറ്റുള്ളവരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അത് രാഷ്ട്രീയ അധികാരമോ മതത്തിലെ അധികാരമോ മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള അധികാരവും അങ്ങനെ തന്നെയാണ്. അത് ജ്യേഷ്ഠനാകുമ്പോൾ, ചേച്ചിയാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ, ഭർത്താവാകുമ്പോൾ, അപ്പനാകുമ്പോൾ, അമ്മയാകുമ്പോഴൊക്കെ നമ്മൾ
ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് പരിഗണനയില്ലാത്ത അധികാരം നന്മയ്ക്ക് ഭവിക്കുകയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ധനവാനും ലാസറും തമ്മിലുള്ള ഉപമയിൽ ദൈവം നമ്മളോട് പറയുന്നത് സമ്പത്തുണ്ടാക്കരുതെന്നല്ല, നമ്മൾ സഹോദരങ്ങളാകണമെന്നാണ്. മറ്റുള്ളവരുടെ വേദനകൾ കാണാനും അത് കുറച്ചു കൊടുക്കാനായിട്ട് അറിവുകൊണ്ടും കഴിവുകൊണ്ടും അധികാരം കൊണ്ടുമൊക്കെ നമ്മൾ പരിശ്രമിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഉപമ ചെയ്യുന്നത്. ഓർക്കുക, പകരാത്ത അറിവും പങ്കുവയ്ക്കപ്പെടാത്ത ധനവും പരിഗണനയില്ലാത്ത അധികാരവും നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കുകയില്ല, കൂടുതൽ നല്ല കുടുംബം ഉണ്ടാക്കുകയില്ല, കൂടുതൽ നല്ല സമൂഹവും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് ആ മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് തിരുവചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന്, ആത്മാവിൻ്റെ നിറവിൽ നമ്മളെ നയിക്കണമെന്ന്